വചനമൊഴി ജനുവരി 13. വചനഭാഗം 1 കൊരിന്തോസ് 11:17-22, യോഹന്നാന്റെ സുവിശേഷം 17:20-26. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ യാചിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി, പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും, അങ്ങനെ അവിടെ തന്നെ അയച്ചുവെന്ന് ലോകം വിശ്വസിക്കുന്നതിനും വേണ്ടി നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങെനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അങ്ങനെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ച പോലെ തന്നെ അവരെ സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. പിതാവേ, ലോകസ്ഥാപനത്തിനു മുൻപ് എന്നോടുള്ള അങ്ങയുടെ സ്നേഹത്താൽ അങ്ങനെക്ക് മഹത്വം നൽകി. അത് കാണാൻ അങ്ങനെക്ക് നൽകിയവരും ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു. എന്നെ അങ്ങാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അങ്ങെനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അതറിയിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ നടത്തുന്ന പ്രാർത്ഥനയുടെ ഭാഗമായുള്ള വചനങ്ങളാണ് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത്. ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ആ ശിഷ്യന്മാരുടെ സുവിശേഷ പ്രഘോഷണം വഴി മിശിഹായിൽ വിശ്വസിക്കുവാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ മിശിഹായിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമായി മാറുന്ന എല്ലാവരെയും ഈശോ പിതാവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ പ്രധാനമായ ലക്ഷ്യം കൂട്ടായ്മയിൽ, എല്ലാവരും ഒന്നായിരിക്കുക, കൂട്ടായ്മയിൽ ആയിരിക്കുക എന്നുള്ളതാണ്. ഈശോയ്ക്ക് തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും കുറിച്ചുള്ള തീവ്രമായ ആഗ്രഹം കൂട്ടായ്മയിൽ വസിക്കണം. ഈശോയുമായുള്ള കൂട്ടായ്മ, പരസ്പരമുള്ള കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവരെല്ലാവരും വസിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. കൂട്ടായ്മയിൽ നിന്നും അകറ്റണമെന്ന് ആഗ്രഹിക്കുന്നതാണ് പിശാച്. പിശാചാണ് ദിയാബോളോ, ഡിവിഷൻ നടത്തുന്നത്. ഇപ്പോൾ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതും മനുഷ്യർ തമ്മിലുള്ള കൂട്ടായ്മയിൽ നിന്ന് അവരെ അകറ്റുന്നതും പിശാചാണ്, പൈശാചികമായ പ്രവൃത്തിയാണ്. ഈശോ പ്രാർത്ഥിക്കുന്നത് തന്നിൽ വിശ്വസിക്കുന്നവർ പൈശാചികമായ പ്രവൃത്തിക്ക് കീഴടങ്ങാതെ പ്രത്യേക ദൈവത്തിന്റെ കൂട്ടായ്മയിൽ, പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കൂട്ടായ്മ മാതൃകയാക്കി വിശ്വാസ സമൂഹം കൂട്ടായ്മയിൽ നിലനിൽക്കണമെന്നുള്ളതാണ്. ആ കൂട്ടായ്മയിൽ നിലനിൽക്കുന്നതിനു വേണ്ടി ഈശോ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൈശാചികമായ പ്രവൃത്തിയാണ് കൂട്ടായ്മയിൽ നിന്ന് അകറ്റുന്നത്. ഈശോയോട് ചേർന്ന് നിന്ന് ഈശോയുടെ നാമത്തിൽ ഒരു കൂട്ടായ്മയായി വർത്തിച്ചുകൊണ്ട് പൈശാചിക ശക്തികളെ അകറ്റി നിർത്തുന്നതിനും വിഭജനങ്ങൾ ഉണ്ടാക്കുന്ന, കലഹങ്ങൾ സൃഷ്ടിക്കുന്ന ശക്തികളെ അകറ്റി നിർത്തുന്നതിനും മിശിഹായുടെ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ വർദ്ധിക്കുന്നതിനുമുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവീകമായ പ്രവൃത്തിയാണ് കൂട്ടായ്മ.
പൈശാചികമായ പ്രവൃത്തിയാണ് വിഭജനവും കലഹവും. അതുകൊണ്ട് പൈശാചിക പ്രവർത്തികൾക്ക് ചെവി കൊടുക്കാതെ ദൈവിക പ്രവർത്തികൾക്ക് ചെവി കൊടുത്ത് ദൈവിക പ്രവർത്തികളിൽ മിശിഹായുടെ വചനത്തോട് ചേർന്ന് നിന്ന് കൂട്ടായ്മയിലായിരിക്കാൻ, ഒരേ മനസ്സോടെ ഈശോയുടെ സന്നിധിയിലായിരിക്കുവാൻ, ഒരേ മനസ്സോടെ ആയിരിക്കുന്ന കുടുംബങ്ങളും ഒരേ മനസ്സോടെ ആയിരിക്കുന്ന സമൂഹങ്ങളും രൂപപ്പെടുവാൻ നമുക്കും പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.